ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാസ്, വർ എന്നീ രണ്ട് വാക്കുകളാണ്. ആയിരുന്നു എന്നാണ് ഈ വാക്കുകൾക്കർത്ഥം. സിംഗുലർ സബ്ജക്റ്റുകൾക്കൊപ്പമാണ് വാസ് എന്ന വാക്ക് ഉപയോഗിക്കുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഇടതുഭാഗത്തായി ഒരു പോസിറ്റീവ് സെൻറ്റൻസ് പാറ്റേൺ ആണ്. അതിനർത്ഥം ആയിരുന്നു എന്നാണ്. അതിന് വലതുവശത്തായി ക്വസ്റ്റ്യൻ പാറ്റേൺ കാണാം. അതിന് അർത്ഥം ആയിരുന്നോ എന്നാണ്. ഇനി നമുക്കത് വായിക്കാം. ഐ വാസ്, ഞാൻ ആയിരുന്നു. ഇതിനെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റാൻ ഐ വാസ് എന്നതിനെ മറിച്ചിട്ടാൽ മതി. അപ്പോഴത് വാസ് ഐ എന്നായി മാറി. അപ്പോൾ അർത്ഥം ആയിരുന്നോ, ഞാൻ ആയിരുന്നോ എന്നാവും. ഇതോടൊപ്പം നമുക്ക് അഡ്ജക്റ്റീവ്സോ നൗൺസോ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ അഡ്ജക്റ്റീവ്സ് ആണ് ഉപയോഗിക്കുക. സ്മാർട്ട് എന്നുള്ള അഡ്ജക്റ്റീവ് നമുക്ക് ആദ്യം ഉപയോഗിക്കാം. ഐ വാസ് സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആയിരുന്നു. ഇത് ക്വസ്റ്റ്യൻ ആക്കിയാൽ വാസ് ഐ സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആയിരുന്നോ എന്ന് വരും. ഇനി അതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വാസിനോടൊപ്പം നോട്ട് ആഡ് ചെയ്യുക എന്നതാണ്. നോക്കൂ, വാസ് നോട്ട്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ചുരുക്കരൂപം വാസിൻറ്റ് എന്നും ഉപയോഗിക്കാം. വാസ് നോട്ട് അതിൻ്റെ ചുരുക്കരൂപമാണ്, കോൺട്രാക്ഷനാണ് വാസിൻറ്റ്. ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഹി വാസ്, അവൻ ആയിരുന്നു. വാസ് ഹി, അവൻ ആയിരുന്നു. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഹി വാസ് ടയേർഡ് എസ്റ്റർഡേ, അവൻ ഇന്നലെ ടയേർഡ് ആയിരുന്നു. വാസ് ഹി ടയേർഡ് എസ്റ്റർഡേ, അവൻ ഇന്നലെ ടയേർഡ് ആയിരുന്നോ? അത് ചോദ്യമാണ്. ഹി വാസ് ഇൻ ടയേർഡ് എസ്റ്റർഡേ, അവൻ ഇന്നലെ ടയേർഡ് ആയിരുന്നില്ല. അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നോട്ട് ചേർത്തിട്ടാണ് നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കിയതെന്ന് നേരത്തെ കണ്ടതാണ്. അടുത്തത് ഷി വാസ്, അവൾ ആയിരുന്നു. വാസ് ഷി, അവൾ ആയിരുന്നോ? നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഷി വാസ് ബ്യൂട്ടിഫുൾ, അവൾ സുന്ദരിയായിരുന്നു. വാസ് ഷി ബ്യൂട്ടിഫുൾ, അവൾ സുന്ദരിയായിരുന്നോ? ഷി വാസ് ഇൻ ബ്യൂട്ടിഫുൾ, അവൾ സുന്ദരിയായിരുന്നില്ല. ഇനി അടുത്ത സബ്ജക്റ്റ് ഇറ്റ്. ഇറ്റ് വാസ്, ഇതായിരുന്നു. വാസ് ഇറ്റ്, ഇതായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് എസ്റ്റർഡേ, ഇന്നലെ തണുപ്പായിരുന്നു. വാസ് ഇറ്റ് കോൾഡ് എസ്റ്റർഡേ, ഇന്നലെ തണുപ്പായിരുന്നോ? ഇറ്റ് വാസ് ഇൻ കോൾഡ് എസ്റ്റർഡേ, ഇന്നലെ തണുപ്പുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് വേർ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥവും ആയിരുന്നു എന്ന് തന്നെയാണ്. പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പമാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുക. സ്ക്രീനിലേക്ക് നോക്കൂ. യു വർ, നിങ്ങളായിരുന്നു. വർ യു, നിങ്ങളായിരുന്നു. യു വർ നെർവസ് എസ്റ്റർഡേ, നീ ഇന്നലെ പരിഭ്രാന്തിയിലായിരുന്നു. നെർവസ്, പരിഭ്രാന്തിയിലായിരുന്നു. വർ യു നെർവസ് എസ്റ്റർഡേ, നീ ഇന്നലെ പരിഭ്രാന്തിയിലായിരുന്നോ? യു വേൺറ്റ് നെർവസ് എസ്റ്റർഡേ, നീ ഇന്നലെ പരിഭ്രാന്തിയിലായിരുന്നില്ല. അടുത്ത സബ്ജക്റ്റ് നോക്കാം. ദേ വർ. ദേ എന്ന സബ്ജക്റ്റിന് അർത്ഥം അവർ, ഇവർ, അവ, ഇവ എന്നൊക്കെയുണ്ടെന്ന് അറിയാമല്ലോ. ദേ വർ, അവർ ആയിരുന്നു. വർ ദേ, അവർ ആയിരുന്നു. ദേ വർ ഡിസപ്പോയിൻറ്റഡ്, അവർ നിരാശരായിരുന്നു. വർ ദേ ഡിസപ്പോയിൻറ്റഡ്, അവർ നിരാശരായിരുന്നു. ദേ വേൺറ്റ് ഡിസപ്പോയിൻറ്റഡ്, അവർ നിരാശരായിരുന്നില്ല. ഇവിടെ നോക്കൂ, വർ നോട്ട് എന്നുള്ളത് നെഗറ്റീവ് ഫോമാണ്. അതിനെ ഷോർട്ടായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് വേൺറ്റ് എന്നാണ്. ഒരിക്കലും വെറിൻ്റ് എന്ന് നമ്മൾ പറയരുത്. വർ നോട്ട് എന്നുള്ളത് വേൺറ്റ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. വി വർ, വി എന്ന വാക്കിനർത്ഥം നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ വി വർ, നമ്മളായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളായിരുന്നു എന്നൊക്കെ വരാം. വി, നമ്മളായിരുന്നു, ചോദ്യരൂപം. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. വി വർ ലേസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മടിയരായിരുന്നു, ഞങ്ങൾക്ക് മടിയായിരുന്നു. വി ലേസി, ഞങ്ങൾ മടിയരായിരുന്നു. വി വേൺറ്റ് ലേസി, ഞങ്ങൾ ലേസി ആയിരുന്നില്ല. ഇവിടെ നമ്മൾ പഠിച്ചത് വാസ് അല്ലെങ്കിൽ വർ എന്ന വാക്കിന് ശേഷം അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ നൗണോ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ഉദാഹരണങ്ങളിലെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ് ഉപയോഗിച്ചതെങ്കിൽ നമുക്കൊരു ഉദാഹരണം നൗൺ ഉപയോഗിച്ച് പഠിക്കാം. ഫ്രണ്ട്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, സുഹൃത്തുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. വി വർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്നാണ്. വി വേൺറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നില്ല എന്നാണ്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വാസ് വർ അതിനുശേഷം നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹാപ്പി ലേണിംഗ്.